എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് സുഖമല്ലേ? പ്രപഞ്ചത്തിലെ ഒരേ ഒരു പോരാളിയായ മാതാശ്രീയുമൊക്കെ ആയിട്ട് ഒന്ന് കാട്ടിലമ്പലത്തിൽ വരെ വന്നേ കേട്ടോ. മാതാശ്രീ മാത്രമാണെന്ന് വിചാരിക്കേണ്ട, പ്രപഞ്ചത്തിലെ വഴക്കാളിയുണ്ട്. അപ്പോൾ ഇവിടെ ജങ്കാറ് വഴിയാണ് അമ്പലത്തിലേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പം നേരെ ജങ്കാറ് വന്നു, അങ്ങനെ നേരെ കാട്ടിലമ്പലത്തിലോട്ടുള്ള യാത്ര ആരംഭിച്ചു കേട്ടോ. നിങ്ങൾ കാട്ടിൽ മേഘത്തിൽ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും പറയുന്നില്ല, എങ്കിലും ഞാൻ ഷോർട്ടാക്കി പറഞ്ഞുതരാം. ഇവിടെ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ മണി കെട്ടി, ഇവിടുത്തെ പേരാലിലും മണി കെട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ സാധിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, അനുഭവസ്ഥരായിട്ടുള്ള കേട്ടോ. അപ്പം വരാൻ പറ്റുന്നവർ എന്തായാലും വരിക. ഇത് ചവറ പന്മന കാട്ടിൽ മേക്കത്തിൽ ദേവീക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മണി കെട്ടുന്ന ആല് കേട്ടോ. അങ്ങനെ നേരെ ദർശനത്തിനായിട്ട് കയറി. അങ്ങനെ ദർശനമെല്ലാം കഴിഞ്ഞു. ദേവിയെ നല്ല രീതിയിൽ തന്നെ തൊഴുതു. അധികം തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ ദർശനം കഴിഞ്ഞ് ഒരു കുറി തൊടൽ നമുക്ക് പണ്ടേ ഉള്ളതാണല്ലോ. നിങ്ങൾക്ക് നല്ല തൊടട്ടെ, നിങ്ങൾക്കും തൊട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മുടെ ഒരു ഫോളോവർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എവിടെ പോയാലും ഇപ്പോൾ ആൾക്കാർക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും. എല്ലാം ദേവിയുടെ അനുഗ്രഹം എന്നേ പറയാൻ പറ്റുമോ കേട്ടോ. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പുറത്തെല്ലാ നടകളും തൊഴുത്. ഇവിടെ എന്താണ് ഇത്രമാത്രം പരുന്തുകൾ വരാൻ കാരണമെന്ന് എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അങ്ങനെ ദേവിയോട് യാത്രയും പറഞ്ഞ് പ്രപഞ്ചത്തിലെ പോരാളിയായ മാതാവുമായിട്ടൊരു ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ വഴക്കാളി പിണങ്ങി. എന്താ സംഭവം എന്നറിയാമോ? പുള്ളിക്കാരിയെ ഫോട്ടോ എടുക്കാൻ വിളിച്ചില്ലെന്ന്. പിന്നെ ആ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് അത് നമ്മളങ്ങ് സഹായിച്ചു കൊടുത്തു. കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം സഹായിച്ചു കൊടുക്കണമല്ലോ. ഇവിടെ ഒരു കടൽ കൂടിയുണ്ട്. അതാണ് ഇത്ര പരുന്ത് ഇവിടെ വരാൻ കാരണം. മനസ്സിലായല്ലോ അല്ലേ? അങ്ങനെ കടൽക്കാറ്റൊക്കെ കൊണ്ട് നേരെ സദ്യാലയത്തിലോട്ടാണ് പോയത്. അവിടെ നല്ല ചൂട് കഞ്ഞിയും പയറും കുടിച്ച് നേരെ വീട്ടിൽ പോയി. കാരണം എനിക്ക് തിരിച്ചിന്ന് പോകണം. അപ്പോൾ പെങ്ങളുടെ കുരുപ്പുമായിട്ട് അങ്ങോട്ട് യാത്ര ആരംഭിച്ചു. അപ്പോൾ വീണ്ടും കാണാം. ശരി എന്നാൽ.